ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എപ്പിസോട്ടമീനെ കുറിച്ചാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഡെലിവറി ഒക്കെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അല്ലേ, ഡെലിവറിയെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ പെടുന്ന ഒരു സംശയം തന്നെയാണ് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും, സ്റ്റിച്ചിൻ്റെ വേദന. വേറെ ആരുള്ള കേട്ടോ ഈ കുഞ്ഞ്. അപ്പോൾ എനിക്ക് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എൻ്റെ ഫസ്റ്റ് കൊച്ചിൻ്റെ കേട്ടോ, ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്, സെക്കൻഡ് പ്രഗ്നൻ്റ് ആണ്, 8 month ആയി. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ എനിക്ക് എൻ്റെ എപ്പിസോട്ടമി കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുത്തു, ഞാൻ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിച്ചത്, അതേപോലെ സ്റ്റിച്ച് ഇടുമ്പോൾ വേദന ഉണ്ടാവുമോ, സ്റ്റിച്ച് കട്ട് ചെയ്യുമ്പോൾ അവിടെ വേദന ഉണ്ടാവുമോ, അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ അറിയാൻ താല്പര്യമുള്ളത് ഒരുപാട് ഉണ്ടാവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണ് എപ്പിറ്റോസിമി എന്ന് ഞാൻ പറയാം ചെറുതായിട്ട്. നമ്മുടെ കുഞ്ഞ് പ്രസവത്തിൻ്റെ ഡെലിവറിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കുഞ്ഞ് വജേനി ഭാഗത്ത് വന്ന് നിൽക്കും. അപ്പോൾ ഇവർ ഡോക്ടർമാർ അല്ലെങ്കിൽ സിസ്റ്റർമാർ നമ്മുടെ വജേനി ഏരിയയിൽ താഴെയായിട്ടോ സൈഡിലായിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് തന്നെ കട്ടിടും, ചെറിയൊരു കട്ട്. കുഞ്ഞിൻ്റെ തല പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ കട്ടിടുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എപ്പിസോട്ടമി എന്ന് പറയുന്നത്. എന്നിട്ട് കട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ തന്നെ അത് സ്റ്റിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഈ കട്ടിടുമ്പോൾ ഡെലിവറി ടൈമിൽ ഒന്നാമത് നമ്മൾ നല്ലപോലെ പെയിൻ അനുഭവിക്കും. അപ്പോൾ ഈ കട്ടിടുമ്പോൾ വേദനിക്കുമോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ കട്ടിടുമ്പോൾ സൈഡിൽ വേദനിക്കുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അത്രയും വേദന അനുഭവിക്കുമ്പോൾ ആ ഒരു ചെറിയ കട്ടിടുമ്പോഴൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല. അപ്പോൾ കട്ടിടുമ്പോൾ നമ്മൾ ആരും അറിയില്ല കേട്ടോ. ഞാനും ആ കട്ടിടുമ്പോൾ അറിഞ്ഞിരുന്നില്ല. സ്റ്റിച്ച് ഇടുന്നതും അറിയില്ല എന്ന് ചിലർ പറയുന്നു, പക്ഷേ എനിക്ക് അവിടെ സ്റ്റിച്ച് ഇടുമ്പോൾ അറിയുമായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെറുതായിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴൊക്കെ എനിക്കത് അറിയാൻ പറ്റുമായിരുന്നു, ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ട്യൂബൊക്കെയാണ് ഇട്ടത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. പിന്നീട് എനിക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാനിങ്ങനെ ഒരു സൈഡിലേക്കായിരുന്നു ഇരുന്നായിരുന്നു, ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ആ സ്റ്റിച്ചിൻ്റെ വേദന കാരണം എനിക്ക് ഇങ്ങനെയായിരുന്നു ഇരിക്കാൻ പറ്റിയായിരുന്നു, ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ രാത്രി ഒന്നും എനിക്ക് ഉറക്കേണ്ടായിരുന്നില്ല. കൊച്ചിന് പാല് കൊടുക്കണം, ചിലപ്പോൾ കൊച്ചിന് അന്നത്തെ ദിവസം പാല് വന്നില്ല, അതിൻ്റെ ടെൻഷൻ വേറെ, സ്റ്റിച്ചിൻ്റെ അത് ഇപ്പോഴും എനിക്ക് ആലോചിക്കാൻ വയ്യ. എന്തായാലും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നേഴ്സുമാർ തന്നെ പറയും പിറ്റേ ദിവസം മോശം പോകണം, മോശം കറക്റ്റായിട്ട് പോകണ്ടോ നോക്കുമെന്നൊക്കെ പറയും. എന്നിട്ട് അവർ മോശം ഈസി ആയിട്ട് പോകാൻ വേണ്ടി, ലൂസായി പോകാൻ വേണ്ടിയിട്ട് ഗുളിക തരും. അത് കഴിച്ചതിന് ശേഷം മോശം പോകുമ്പോൾ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം പേടിയായിരുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റിച്ച് പൊട്ടുമെന്നുള്ളൊരു ഭയം ഉള്ളിൻ്റെ ഉള്ളിൽ, ഒരു ചെറിയ വേദന അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോഷൻ കുറച്ച് പോയി, പിന്നെ ഞാൻ പിടിച്ചു വെച്ചു മോഷൻ, ഞാൻ തന്നെ സ്വയം പിടിച്ചു വെച്ചു. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു മോശം പോയി എന്ന് പറഞ്ഞു. യൂറിനൊക്കെ പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. സോ അവിടെ ഞാൻ ചൂടുവെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഈ തണുത്ത വെള്ളത്തിൽ തന്നെയായിരുന്നു നമ്മുടെ വജീനി ഏരിയ ഒക്കെ കഴുകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്സിമം ചൂടുവെള്ളത്തിൽ കഴുകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എനിക്കതാണ് ഇതിൽ പറഞ്ഞു തരാനുള്ള ഒരു കാര്യം പറയുന്നത്. ഇനി നമുക്ക് എനിക്കത് എത്ര ദിവസം എടുത്തു ഒന്ന് സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങി നേരെ ഇരിക്കാൻ എന്ന് എനിക്ക് പറയുകയാണെങ്കിൽ ഏകദേശം എനിക്കൊരു 1.5 മാസത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ആ സ്റ്റിച്ചൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊക്കെ നടക്കും. നിങ്ങളോട് വർത്തമാനം പറയുമ്പോൾ ചെറിയൊരു കിതപ്പുണ്ടാവും, വേറെ ഒന്നുമല്ല, 8 month ആയതുകൊണ്ട് തന്നെ ആ ഒരു ശ്വാസമുട്ടലാട്ടോ, ചെറുതായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വെയിലുണ്ടാവും. സോ നിങ്ങൾക്കത് വീഡിയോയിൽ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് പിന്നീട് അതൊന്ന് റെഡിയായി വരാൻ നല്ല പോലെ ഞാൻ
കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. എനിക്ക് വീട്ടിൽ പോയിട്ട് കൊച്ചിന് നേരെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇരുന്ന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വലിയ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടങ്ങാൻ വേണ്ടി നല്ല ഉപ്പ് വെള്ളം, നല്ല ചൂടുവെള്ളമല്ല, നമുക്ക് ഇറങ്ങി ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചൂടുവെള്ളം ബേസണിൽ എടുത്തിട്ട് അതിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൽ ഞാൻ കുറച്ച് നേരം ഇറങ്ങിയിരിക്കുമായിരുന്നു. അങ്ങനെ ചെയ്ത് എനിക്ക് ആ വേദന മെല്ലെ മെല്ലെ കമ്മിയാവാണ് ചെയ്തത്. സ്റ്റിച്ച് ഇട്ടോടത്ത് പിന്നീട് ആ സ്റ്റിച്ച് ഇട്ടോടെ മെല്ലെ മെല്ലെ റെഡി ആവുകയാണ് ചെയ്തത്. ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് തന്നെ ഇങ്ങോട്ട് പോരും ചെയ്തായിരുന്നു കേട്ടോ എനിക്ക്. അതേപോലെ വീട്ടിൽ പോയിട്ട് മോഷൻ പോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. മോഷനൊക്കെ ഞാൻ ഒരാഴ്ചത്തോളം പിടിച്ച് വെച്ചിട്ടുണ്ട്, പേടിച്ചിട്ട് കേട്ടോ. അങ്ങനെയാണ് ഡോക്ടറെ പോയി കണ്ടത്. പിന്നെ ഞാൻ ഗുളിക വാങ്ങി കഴിച്ച് മോഷൻ ലൂസായി പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ പ്രോബ്ലം ഞാൻ ഒരുപാട്, കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഞാൻ ഒരുപാട് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം. എന്തായാലും എന്നിട്ട് സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് നല്ലപോലെ ചൂടുവെള്ളം എടുത്തിട്ട്, നല്ല ചൂടല്ല, നമുക്ക് ഇറങ്ങിയിരിക്കാൻ തരത്തിലുള്ള ചൂടുവെള്ളം എടുത്തിട്ട് ഉപ്പ് അതിലിട്ടിട്ട് ഇറങ്ങിയിരിക്കുക. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ആയി ചെയ്ത് അതേപോലെ യൂറിൻ പോകുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ ഞാൻ കഴുകുമായിരുന്നു. അവിടെ ഈർപ്പമേ വെക്കാൻ പാടില്ല, നന്നായി നല്ല ഒപ്പി എടുക്കണം കേട്ടോ നമ്മുടെ വജീന ഏരിയയിൽ. ഓക്കെ, അങ്ങനെ ചെയ്ത് ഏകദേശം ഒരു 1.5 മാസത്തോളം ഞാനത് ചെയ്തിട്ടാണ് എൻ്റെ അവിടം റെഡി ആയത് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല, ചിലവർക്കൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാവും എപ്പിസോട്ടമി എല്ലാം കഴിഞ്ഞാൽ. ചിലവർക്ക് എപ്പിസോട്ടമി എല്ലാം കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുപോലെ ഒരു 1.5 മാസത്തോളം എടുത്തിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. സോ നിങ്ങൾ മാക്സിമം നല്ല ചൂടുവെള്ളത്തിലും ഉപ്പ് ഇട്ട വെള്ളത്തിലൊക്കെ നന്നായി അവിടെ കഴുകി വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ചെറിയ എപ്പിസോഡമിനെ കുറിച്ചുള്ള ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ അമ്മയാവാൻ പോകുന്നവരോ ഡെലിവറി എടുത്തിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ അറിയാം, വലിയ താല്പര്യം ഉണ്ടാവുമെന്ന് അറിയാം. എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ഓരോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പാടില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കുഴപ്പമില്ല, ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ല തന്നെയാണ്. കാരണം നമ്മൾ ഈ സ്റ്റേജിലൂടെയൊക്കെ കടന്ന് പോകേണ്ടവർ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് അത്ര വലിയ ഇഷ്യൂ ഒന്നും ഉള്ള കാര്യമല്ല. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക നല്ലതാണ് എന്ന് മാത്രം. അതറിയാൻ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.